നിങ്ങൾ ലക്ഷദ്വീപിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എന്നാൽ അവർക്കുള്ളതാണ് ഈ വീഡിയോ. 2 രീതിയിലാണ് ലക്ഷദ്വീപിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നത്. ഒന്ന്, നമ്മൾ ഏതെങ്കിലും ഒരു ട്രാവൽ ഏജൻസി വഴി അവരുമായി ബന്ധപ്പെട്ടാണ് പോകുന്നത്. അതിന് നല്ലൊരു തുക കയ്യിൽ കരുതേണ്ടതുണ്ട്. രണ്ടാമത്തെ വഴിയാണ് നമ്മൾ ഒറ്റയ്ക്ക് ലക്ഷദ്വീപിലെ ഒരാളുടെ സഹായത്തോടെ പെർമിറ്റ് റെഡിയാക്കി പോകുന്നത്. ലക്ഷദ്വീപിലെ ഒരാൾ നമ്മളെ സ്പോൺസർ ചെയ്യുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഉത്തമ വഴി അതായിരിക്കും. സ്പോൺസർ ചെയ്യുമെന്ന് ഉറപ്പായാൽ അവർക്ക് നമ്മൾ ആദ്യം പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ നിന്നും എടുത്ത് അയച്ചു കൊടുക്കേണ്ടതുണ്ട്. രണ്ടാമത്തേത്, അവരുടെ പെർമിറ്റ് റെഡി ആയി കഴിഞ്ഞാൽ ഷിപ്പ് ടിക്കറ്റ് കിട്ടാൻ കുറച്ച് ലേറ്റാകും. ഒരു 1-2 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കിട്ടുക. അപ്പോൾ നല്ല ക്ഷമയുള്ള പരിപാടിയാണ് ഇത്. സമയവും കാശ് സേവ് ചെയ്യാനും ആഗ്രഹമുള്ളവർക്ക് ഏറ്റവും നല്ല വഴി പെർമിറ്റ് സ്വന്തമായി റെഡിയാക്കി പോകുന്നതാണ്. ഇനി ലീവ് കുറവുള്ളവർക്കും ലക്ഷദ്വീപ് വളരെ പെട്ടെന്ന് കണ്ടുവരണം എന്നുള്ളവർക്കും ട്രാവൽ ഏജൻസി വഴിയും ലക്ഷദ്വീപിൽ എത്തിച്ചേരാവുന്നതാണ്. സ്വന്തമായിട്ട് പെർമിറ്റ് റെഡിയാക്കി സ്പോൺസർഷിപ്പിലൂടെ വരുന്നവർ ആദ്യം തന്നെ ലക്ഷദ്വീപിലെത്തിയാൽ ഉടനെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടേണ്ടതാണ്. അതിനുശേഷം അവിടെ താമസിക്കാനായി നമുക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ തന്നെ റൂമുകളും ഗസ്റ്റ് ഹൗസുകളും ലഭിക്കുന്നതാണ്. കൂടാതെ ലക്ഷദ്വീപിലെ വാട്ടർ ആക്ടിവിറ്റീസും വളരെ ചീപ്പ് റേറ്റിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ബോട്ടിംഗ്, സ്കൂബ ഡൈവിംഗ് എന്നിവ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ സ്പോൺസറെയോ അവിടുത്തെ ആളുകളുമായി ബന്ധപ്പെട്ടാൽ വളരെ കുറഞ്ഞ ചിലവിൽ നമുക്കത് ചെയ്ത് പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ലക്ഷദ്വീപിലേക്കുള്ള യാത്ര നമുക്ക് കുറഞ്ഞ ബഡ്ജറ്റിൽ തന്നെ പോയി വരാൻ സാധിക്കുന്നതാണ്. ഇനി പറയാൻ പോകുന്നത് ലക്ഷദ്വീപിൽ പോകുന്നവർ വളരെ ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ്. ലക്ഷദ്വീപ് എന്നാൽ 10 ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ്. അതിൽ നമുക്ക് ഏറ്റവും മനോഹരമായതും കാണാൻ കുറേ സംഭവങ്ങളുള്ളതുമായ 2-1 ദ്വീപുകൾ തിരഞ്ഞെടുത്താൽ അത് നമ്മുടെ യാത്ര ചിലവിനെയും ദിവസങ്ങളെയും ലാഭിക്കാൻ നമുക്ക് ഏറെ സഹായിക്കുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ലക്ഷദ്വീപ് യാത്ര വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് കണ്ടു തീർക്കാവുന്നതാണ്. ഇതുപോലെ കുറഞ്ഞ ബഡ്ജറ്റിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ സഹായമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി മറ്റു ടിപ്പുമായി ഞാൻ പിന്നീട് വരുന്നതായിരിക്കും. ബൈ ബൈ.